الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, പരമദയാലുവും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് കഴിയുന്നത്ര അത് നടപ്പിലാക്കാൻ പരിശ്രമിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ ജുമുഅയിൽ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. ഈ മാസത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ പുണ്യകർമ്മങ്ങളിലും അള്ളാഹുവിനെ ഓർത്ത് അവനെ സ്തുതിച്ച് അവനെ നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മാസം നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ആരാധനാകർമ്മങ്ങളെല്ലാം ഒന്നിച്ചൊരുമിച്ച് സമ്മേളിക്കുന്ന അനുഗ്രഹീതമായ ഒരു മാസമാണ്. ഇസ്ലാമിലെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഹജ്ജൊഴികെയെല്ലാം ഈ മാസത്തിലുണ്ട്. മറ്റിതര മാസങ്ങളിലില്ലാത്ത സവിശേഷമായ ആരാധനകളും ഈ മാസത്തിലുണ്ട് എന്നതാണ്. മാത്രമല്ല, നമ്മൾ നിർവഹിക്കുന്ന ആരാധനകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ആരാധന കൂടിയാണ് വ്രതാനുഷ്ഠാനം. നമസ്കാരം എല്ലാ ദിവസവും 5 നേരം അതിൻ്റെ നിശ്ചിത സമയങ്ങളിൽ അതിൻ്റെ റക്അത്തുകളുടെ എണ്ണമനുസരിച്ച് നമ്മൾ നമസ്കരിക്കുന്നു. അതേപോലെ തന്നെ സക്കാത്ത് നമ്മുടെ വാർഷിക വരുമാനത്തിൻ്റെ 2.5, 5, 10 എന്നിങ്ങനെയൊക്കെയുള്ള ശതമാനങ്ങൾ നമ്മുടെ വരുമാനത്തിൻ്റെ അതിൻ്റെ വ്യത്യാസങ്ങളനുസരിച്ച് നമ്മൾ അത് നൽകുന്നു. അതിനൊക്കെ അധിക സമയമെടുക്കുന്നില്ല. ഇനി ഒരു മനുഷ്യൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കൽ മാത്രം അവൻ നിർവഹിക്കൽ നിർബന്ധമുള്ള ഹജ്ജ് കർമ്മമാകട്ടെ, അത് വെറും 6 ദിവസങ്ങൾ കൊണ്ട് തീരുന്ന ഒരു ആരാധനാകർമ്മമാണ്. എന്നാൽ ഒരു മാസകാലം നീണ്ടു നിൽക്കുന്ന, അതും നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പകൽ വേളയിലുള്ള നോമ്പിൻ്റെ സമയം സുദീർഘമായ 13 മണിക്കൂറുകളാണ്. ആ സമയം അത്രയും ഒരു ഇബാദത്തിൽ മുഴുകിക്കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. എന്തിനു വേണ്ടിയാണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും സംസ്കരിക്കുവാനും ശുദ്ധീകരിക്കുവാനും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുള്ള ശുദ്ധീകരണ പ്രക്രിയ
എങ്ങനെയൊക്കെയാണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അതൊക്കെ. നമുക്കറിയാമല്ലോ, ഈ ഭൂമിയിലെ അതിൻ്റെ 2/3 ഭാഗവും കടലാണ്. ഭൂമിയുടെ 71% സമുദ്രജലമാണ്. വെറും 29% മാത്രമാണ് കരഭാഗമുള്ളത്. അവിടെയാണ് മനുഷ്യരായ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ പുറന്തള്ളുന്ന ഒരുപാട് അഴുക്കുകളുണ്ട്, മാലിന്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധീകരിക്കാൻ വേണ്ടി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള സംവിധാനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഇതൊക്കെ അവസാനം ചെന്നെത്തുന്നത് കടലിലാണ്. ഈ കടലിനെയാകട്ടെ സമുദ്രജലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പ് രസമാണ് നൽകിയിട്ടുള്ളത്. ഉപ്പെന്ന് പറഞ്ഞാൽ എല്ലാ അഴുക്കുകളെയും മാലിന്യങ്ങളെയും അലിയിച്ച് കളയുന്ന ഒരു കാവൽക്കാരനാണ് ഈ ഭൂമിയിൽ. പഠിച്ചോൻ നേരത്തെ അങ്ങനെ സംവിധാനിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ, മഴയും ഒരു വലിയ അത്ഭുതമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഴയില്ലെങ്കിൽ, വെള്ളമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവനില്ല, ജീവിതമില്ല. ഇവിടെ സമൃദ്ധിയില്ല, പുരോഗതിയില്ല, ഐശ്വര്യമില്ല. പക്ഷേ മഴയിലൂടെ അത് മാത്രമല്ല പഠിച്ചോന് കാണുന്നത്. ശരിക്ക് മഴ പെയ്യുന്ന നേരത്ത് ഭൂമിയുടെ ഉപരിതലം ശരിക്ക് ക്ലീനാക്കി അടിച്ചു തുടച്ച് ഇവിടെയുള്ള എല്ലാ അഴുക്കുചാലുകളിലൂടെയും തോടുകളിലൂടെയും അതേപോലെ തന്നെ നദികളിലൂടെ ഒക്കെ നേരെ കൊണ്ടുപോകുന്നത് ഈ കടലിലേക്ക് തന്നെയാണ്. അതേപോലെ തന്നെ സൂര്യപ്രകാശം, നമുക്കറിയാം, വെയിൽ അരിക്കുന്നത് കൊണ്ട് ഒരുപാട് മാലിന്യങ്ങൾ ഇവിടെ ഇല്ലാതാകുന്നുണ്ട്. കൊച്ചു ബാക്ടീരിയാസ് വരെ അത് ഇല്ലാതാക്കുന്നത് ഈ വെയിലിൻ്റെ ചൂടേറ്റുകൊണ്ടാണ്. അതേപോലെ തന്നെ നോക്കൂ, എത്ര ജീവികളുടെ ചത്തുപോകുന്നുണ്ട്, ചീഞ്ഞളിഞ്ഞു പോകുന്നുണ്ട്. അതിനെയൊക്കെ നീക്കം ചെയ്യാൻ അവയിൽ തന്നെയുള്ള പക്ഷികളാണെങ്കിൽ നമുക്കറിയാം, കഴുകനും കാക്ക പോലെയുള്ള ഈ പക്ഷികളുമൊക്കെ ഒരു ശുചീകരണ പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട്. മൃഗങ്ങളും അങ്ങനെ തന്നെ, അഴുകിയത് മാത്രം തിന്നുന്ന, ചത്തത് മാത്രം ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പഠിച്ചു വച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത്, ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ഉപരിതലസ്പർശിയായ ഒരു ശുദ്ധീകരണം ഇവിടെ നടത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജീവിയാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, അവൻ്റെ ആത്മീയമായ, അവൻ്റെ ആന്തരികമായ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇബാദത്തുകളൊക്കെ നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത്. അതിലേറ്റവും ശ്രേഷ്ഠവും മഹനീയവും പരിപാവനവുമായ ഒരു ഇബാദത്താണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇത് നിങ്ങൾ അനുഷ്ഠിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറഞ്ഞു നിർത്തുന്നത്? നമുക്ക് മാത്രമല്ല, മനുഷ്യ ജീവിതം ഭൂമിയിൽ ആരംഭിച്ചത് മുതൽ, അവർ അല്ലാഹുവിന് ശുക്ർ ചെയ്ത് ഇബാദത്ത് തുടങ്ങിയത് മുതൽ നോമ്പ് എന്ന ഈ ആരാധനാകർമ്മം അല്ലാഹു അവർക്ക് നിർബന്ധമാക്കി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് സൂറ ബക്കറയിൽ അല്ലാഹു നോമ്പിനെ കുറിച്ച് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ്സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചു പോകുന്ന മുഴുവൻ മനുഷ്യർക്കും നാം നിർബന്ധമാക്കിയതാണത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കും ഇത് നിർബന്ധമാക്കിയത്. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയാർജിക്കാൻ വേണ്ടിയാണ് എന്നാണ്. തഖ്വ എന്ന പദത്തിന് ഒരുപാട് വിശദീകരണമുണ്ട്. ദോഷബാധയിൽ നിന്ന് നമ്മളെ തന്നെ കാക്കാൻ വേണ്ടി, നമുക്ക് ദോഷബാധ ഏൽക്കാതിരിക്കാൻ വേണ്ടി, ഭൗതികമായും ആത്മീയമായും ആന്തരികമായും ബാഹ്യമായും ഒക്കെയുള്ള ദോഷങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാണ്. അപ്പോൾ ശരിക്കും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ദോഷങ്ങളുടെ കാവലാളാണ് തഖ്വ എന്നാണ് ഖുർആനിൽ പറഞ്ഞു വരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്.
പ്രവാചകന്റെ അനുചരന്മാർ സഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവർ അതിനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരു വിശദീകരണത്തിൽ ഇങ്ങനെ കാണാൻ കഴിയും: അല്ലാ യറാക്കല്ലാഹു ഹൈസു നഹാക. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിന്നെ എവിടെയൊക്കെ ഏതൊക്കെ ഇടങ്ങളിൽ കാണരുതെന്ന് വിലക്കിയിട്ടുണ്ടോ അവിടെയൊന്നും നിന്നെ കാണരുത്, കാണാതിരിക്കുക എന്നത് തഖ്വയുടെ ഒരു ഭാഗമാണ്. വഅല്ലാ യഫ്ഖദക ഹൈസു അമറക. നിന്റെ സാന്നിധ്യം എവിടെയൊക്കെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിർബന്ധപൂർവം കൽപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നീ നിർബന്ധമായും എത്തിച്ചേരലുമാകുന്നു തഖ്വ. അപ്പോൾ ഇത് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ആരാധനയിലൂടെ ആർജിച്ചെടുക്കേണ്ട മഹനീയമായ ഒരു ഗുണമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ദോഷബാധ അത് നമ്മെ വന്ന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, അത് നമ്മളെ അക്രമത്തിന് വരുമ്പോൾ അതിൻ്റെ ആക്രമണത്തിൽ നിന്ന് തടയാനുള്ള പരിചയാകുന്നു തഖ്വ. നോക്കൂ നിങ്ങൾ, അപ്പോൾ ശിർക്ക് എന്ന ബഹുദൈവ വിശ്വാസം എന്ന ഏറ്റവും വലിയ പാപം അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. സ്വർഗം അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യമായി ഖുർആൻ പ്രഖ്യാപിച്ചതാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണെങ്കിൽ, ശിർക്ക് ജീവിതത്തിൽ അവൻ ചെയ്യുകയാണെങ്കിൽ സ്വർഗം അവന് ഹറാമാണ്, നിഷിദ്ധമാണ്. നോക്കൂ നിങ്ങൾ, ഇത്ര ഗൗരവതരമാണ്. അപ്പോൾ ഈ ശിർക്കിൽ നിന്ന് നമ്മൾ കാക്കേണ്ട പരിച ഏകദൈവ വിശ്വാസമാകുന്ന തൗഹീദാണ്. അതേപോലെ തന്നെ ഹറാമിനെ നമ്മൾ ഹലാല് കൊണ്ട് തടുക്കേണ്ടതുണ്ട്. ജീവിതത്തിലേക്ക്, ആരാധനകളിലേക്ക് കടന്നു വരുന്ന ബിദ്അത്തുകളെ, സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ജീവിപ്പിച്ചുകൊണ്ട് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ വരുന്ന മാഅസിയത്തുകളെ, അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള നമ്മുടെ തോന്നലാണ് മാഅസിയത്ത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുക, അനുസരണക്കേട്, അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടത് ത്വാഅത്തുകളിലൂടെയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മളതിനെ പ്രതിരോധിക്കേണ്ടത്. ഇതൊക്കെയാണ് തഖ്വയിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടതെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇംതിസാലു അവ്വാമിരില്ലാ വജ്തിനാബു നവാഹിഹി. അള്ളാഹു നമ്മോട് എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഞാനൊരു അടിമ എന്ന നിലക്ക്, അള്ളാഹുവിൻ്റെ വിനയാനിതനായൊരു ദാസൻ എന്ന നിലക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ടതാണ്. അതിനാണ് എൻ്റെ ജീവിതം, അതിന് ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധത്തോടുകൂടി അത് നിർവഹിക്കുക. വജ്തിനാബു നവാഹിഹി. അള്ളാഹു എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിരോധിച്ചിട്ടുണ്ടോ, വിലക്കിയിട്ടുണ്ടോ, തിന്നരുത്, കുടിക്കരുത്, അടുക്കരുത്, എടുക്കരുത്, ഉപയോഗിക്കരുത്, ഉപഭോഗിക്കരുത്, അത് നമ്മുടെ നേട്ടത്തിന് വേണ്ടി തന്നെയാണ്. നമ്മുടെ മാനസികമായ നേട്ടം, നമ്മുടെ ശാരീരികമായ ആരോഗ്യം, നമ്മുടെ സാമ്പത്തികമായ അഭിവൃദ്ധി, നമ്മുടെ മനസ്സുഖം, സർവോപരി പരലോകത്തുള്ള നമ്മുടെ രക്ഷ, ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതാണ് ശരിക്ക് തഖ്വ എന്നതിൻ്റെ നിർവചനമായി വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ തഖ്വയുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനാനുമതി ലഭിക്കുകയുള്ളൂ. സൂറ മറിയമിൽ അല്ലാഹു പറയുന്നുണ്ട്: തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയാ. എൻ്റെ അടിമകളിൽ നിന്ന് ഭക്തരായി ജീവിച്ച, ഈ ദോഷബാധകളെയൊക്കെ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമീകരിച്ച ദാസന്മാർക്ക് ഞാൻ അവകാശപ്പെടുത്തി കൊടുക്കുന്ന ലോകമാണ് സ്വർഗലോകം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ ഈ മാസത്തിലൂടെ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ ആരാധനകളെ കൊണ്ടും നമ്മുടെ ജീവിതത്തെ കൊണ്ടും നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ശരിക്കാ സ്വർഗമാണ്. അതിന് വേണ്ട ഏറ്റവും വലിയ ഒരു സമ്പാദ്യമാണ് തഖ്വയാർജിക്കുക എന്നുള്ളത്. സ്വർഗമാർക്കാണ്? ഇന്നലിൽ മുത്തഖീന മഫാസ. മുത്തഖീങ്ങൾക്കുള്ള വിജയത്തിന്റെ സ്ഥാനമാകുന്നു സ്വർഗം. വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. തഖ്വയുള്ളവരായി ജീവിച്ച
അള്ളാഹുവിന്റെ ദാസന്മാർക്കാകുന്നു സ്വർഗലോകം അള്ളാഹു അടുപ്പിച്ച് അവരുടെ അരികിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഏതൊരു ആരാധനാ കർമ്മം അനുഷ്ഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളെ പ്രത്യേകമായി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞിട്ടുണ്ട്. നോമ്പിന്റെ കാര്യത്തിൽ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, നോമ്പനുഷ്ഠിക്കുന്നത് രണ്ട് നിബന്ധന അതിൽ പറയുന്നുണ്ട്. ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും. ഈമാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള ദൃഢമായ വിശ്വാസം. വിശ്വാസ കാര്യങ്ങളിൽ എന്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിലൊക്കെ സംശയമില്ലാത്ത വിധത്തിലുള്ള ദൃഢമായ വിശ്വാസം വെച്ച് പുലർത്തുക, അതാണ് ഈമാൻ. ഈ നോമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രായപൂർത്തിയായ ഒരു അടിമ എന്ന നിലക്ക് ഈ ഒരു മാസകാലം അനുഷ്ഠിക്കൽ എൻ്റെ മേൽ നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണ് എന്ന വിശ്വാസം, എന്ന ബോധം നോമ്പിനെ കുറിച്ചും ആരാധനാ കർമ്മങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് പറയണം. അത് ഉണ്ടായിത്തീരണം. അതാണ് ഈമാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഇഹ്തിസാബ്. ഞാൻ ഈ അനുഷ്ഠിക്കുന്ന ആരാധന കൊണ്ട് എനിക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കണം. ഇത് എൻ്റെ കർമ്മങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ അള്ളാഹു സുഹൃതമായി രേഖപ്പെടുത്തണം. ഇതിന്റെ പ്രതിഫലം എന്ന വണ്ണം അള്ളാഹു എനിക്ക് സ്വർഗം നൽകണം എന്ന ഈ ദൃഢമായ വിശ്വാസം, പരലോകത്ത് പ്രതീക്ഷ, പരലോകത്ത് പ്രതിഫലം ലഭിക്കുമെന്നുള്ള ആഗ്രഹവും വിചാരവും അത് ഉണ്ടായിരിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗത്തിൽ പ്രവേശിക്കണമെന്നും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുമുള്ള വിശ്വാസം, മരണാനന്തരം ബർസഖിയായ ഒരു ലോകമുണ്ടെന്നും നമ്മുടെ കർമ്മങ്ങളുടെ ഫലങ്ങൾ അവിടെ വെച്ച് തന്നെ നമ്മൾ അനുഭവിച്ചു തുടങ്ങുമെന്നും അതിനുശേഷം നമ്മെ എല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചതിന് ശേഷം നമ്മുടെ എല്ലാ കർമ്മങ്ങളും വിചാരണ ചെയ്ത് നമുക്ക് സ്വർഗവും നരകവും തീരുമാനിക്കുമെന്നും അത് ഉറപ്പാണെന്നും ഉള്ള വിശ്വാസം. ഈ ഉറപ്പുണ്ടല്ലോ, അതാണ് ഇഹ്തിസാബ്. പരലോകത്ത് കൂലി കിട്ടണമെന്ന ഈ ആഗ്രഹവും ഉറപ്പും. അങ്ങനെ തന്നെ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നോമ്പിനോട് ചേർത്തി മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. നമ്മൾ നരകം കണ്ടിട്ടില്ല, നമ്മൾ സ്വർഗം കണ്ടിട്ടില്ല. സ്വർഗവും നരകവും എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അവൻ നമുക്ക് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിൻ്റെ സവിശേഷമായ അതിൻ്റെ ഗുണങ്ങളെ വിശദീകരിച്ചു തരുന്നു. ഖുർആനിലൂടെയാണ് നമ്മൾ സ്വർഗം കാണുന്നത്. നമ്മൾ നരകം കാണുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾക്കിടയിലൂടെയാണ് നമ്മൾ നരകം കാണുന്നത്. അള്ളാഹിൻ്റെ റസൂൽ ഇത് നേരിട്ട് കണ്ട വ്യക്തിയാണ്. രണ്ട് സന്ദർഭങ്ങളിൽ. ഒന്ന്, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു കൊണ്ടിരിക്കെ തന്നെ ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് ഒരടി മുന്നോട്ട് വെച്ച് കൈകൊണ്ട് ഏന്തി എന്തോ പറിച്ചെടുക്കുന്ന വിധത്തിൽ ഇങ്ങനെ മുന്നോട്ടാഞ്ഞു. പിന്നീട് നബി പൂർവസ്ഥിതിയിൽ തന്നെ വന്നു നിന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് നബിയോട് ചോദിച്ചു, റസൂലേ, സാധാരണ നമസ്കാരത്തിൽ ഇല്ലാത്ത വിധം എന്താ നിങ്ങളൊന്ന് മുന്നോട്ട് നീങ്ങി എന്തോ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം എൻ്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു തന്നു. അതിലെങ്ങനെ റീലായി കാണുകയല്ല, യഥാർത്ഥത്തിൽ റസൂലിന്റെ മുമ്പിൽ സ്വർഗലോകം, അവിടുത്തെ പഴക്കുല പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നപ്പോൾ അത് പറിക്കാൻ വേണ്ടി ഞാൻ കൈ ഒന്ന് നീട്ടിയതാണെന്ന് സഹാബത്തിനോട് പറഞ്ഞു. അതെങ്ങാനും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഈ ലോകാന്ത്യം വരെ തിന്നാനുള്ള ഭക്ഷണമായി അത് മാറുമായിരുന്നു എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ദിവസം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ അനുഭവം, നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരടി പിന്നോട്ട് കാല് വെച്ചുകൊണ്ട് മാറി നിന്നു റസൂൽ. സഹാബത്ത് അതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഇതെന്ത് പറ്റി? ഇന്ന് നിങ്ങൾ മുന്നോട്ടല്ലല്ലോ പിന്നോട്ടാണ് വന്നത്. ആ സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞത്, കത്തിജ്വലിക്കുന്ന നരകാഗ്നി എൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടു, ഞാൻ ഭയന്ന് പിന്നോട്ട് നിന്നതാണ്. റസൂലിന് കണ്ടതാണ്.
മറ്റൊരു വേള മേറാജിന്റെ സന്ദർഭത്തിലാണ്. മേറാജ് സന്ദർഭത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊത്ത് ആകാശാരോഹണം നടത്തിയ വേളയിൽ നരകത്തിലെ ഓരോ ശിക്ഷകളെ കുറിച്ചും ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അത് കാണുന്നു. സ്വർഗലോകവും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുക്കപ്പെട്ടു. എന്നിട്ടും പ്രവാചകൻ അവിടുത്തെ പ്രാർത്ഥനയിൽ വീണ്ടും, പ്രത്യേകിച്ച് രാത്രി നമസ്കാരത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച വേളയിൽ ചേർത്ത് പറയാറുണ്ടായിരുന്നു, ഇന്നൽ ജന്നത ഹഖുൻ വന്നാറു ഹഖുൻ. നിശ്ചയം സ്വർഗം ഉറപ്പാണ്, നരകം ഉറപ്പാണ്. ഈ ഉറപ്പിന്മേലാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ ഇബാദത്തുകളെ കെട്ടിപ്പടുക്കേണ്ടത്. ഈ ഭൗതിക ജീവിതം ക്ഷണികമാണ്, നൈഷ്മിഷകമാണ്. ഞാനിപ്പോൾ ഈ പ്രസംഗിക്കുന്നതിനിടയിൽ തളർന്ന് വീണ് മരിക്കാം. അള്ളാഹുവിന്റെ നിശ്ചയം അങ്ങനെയാണെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിക്കൊള്ളണമെന്നില്ല. ഞാൻ അണിഞ്ഞ ഈ ഷർട്ട് അതിന്റെ കുടുക്കഴിച്ച് മാറ്റിവെക്കുന്നത് ഞാൻ തന്നെയാകണമെന്നില്ല. എന്നെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളാകാം. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ചെരുപ്പിന്റെ വാറിനോളം മരണം നമ്മുടെ അടുത്താണ്. മരണാനന്തരം എന്ത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം, ആ ഉത്തരം ആ ജീവിതത്തിൽ നമുക്ക് സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ നരകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതിന് നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ഒരു വലിയ കാര്യമായി കൊണ്ടാണ് ഒന്നാമത്തേത് തഖ്വയെ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്. രണ്ടാമത്തേത് നമ്മുടെ എല്ലാ ഇബാദത്തുകളെയും ഈമാനിലും ഇഹ്തിസാബിലും. നമ്മൾ നോമ്പ് വെക്കണ എന്താ? റംസാനല്ലേ, എല്ലാവർക്കും നോമ്പല്ലേ, ഞാനും അങ്ങനെ നോമ്പ് വെച്ച് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാകരുത്. ആ ഈമാനും ഇഹ്തിസാബും ദൃഢമാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ ആരാധനകൾ. എത്ര ആൾ നോമ്പ് വെക്കുന്നുണ്ട്? നമ്മുടെ എത്ര മുസ്ലിം സഹോദരങ്ങൾ. ഇന്നലെ ഞാൻ 2 സുഹൃത്തുക്കളെ കണ്ടു. അവർ പറഞ്ഞു ഞങ്ങൾക്കും നോമ്പാണ്. അവർ നോമ്പ് വെക്കുന്നുണ്ട് കൃത്യസമയത്ത് തന്നെ. ബാങ്ക് കൊടുക്കുമ്പോൾ, സുബഹ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാം നമ്മൾ നോക്കുന്ന പോലെ തന്നെ അവർ നോമ്പ് വെക്കുന്നുണ്ട്. മരിവാകുമ്പോൾ നമ്മളൊക്കെ കൂടെ തന്നെ ഇരുന്നിട്ട് അവർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നോമ്പായാൽ പോരല്ലോ നമ്മൾ. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അങ്ങനെയുള്ള അല്ലാഹുവിന്റെ അടിമകൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന പാപങ്ങൾ നാം പുറത്തു കൊടുക്കുമെന്നാണ് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. ഇത് ഖിയാമുൽ ലൈലാണെങ്കിലും റസൂലുള്ളാഹി പറഞ്ഞത് മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ. റമളാന്റെ ഒരു മാസകാലം എൻ്റെ തറാവീഹ് മിസ്സാകരുത്, എൻ്റെ രാത്രി നമസ്കാരം എനിക്ക് നഷ്ടപ്പെടരുത് എന്ന ബോധത്തോടുകൂടി, ഏതായാലും എല്ലാവരും നിസ്കരിക്കുന്നുണ്ട്, പോകുക നമ്മൾ നിസ്കരിക്കുക എന്ന രീതിയിലാകരുത്. ഇതെൻ്റെ ഒരു ബാധ്യതയാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ എനിക്ക് കിട്ടിയ ഒരു അവസരമാണിത്. മറ്റിതര മാസങ്ങളിൽ ഉള്ള നമസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠമായ മാസമാണിത്. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ. എന്തിനാ റസൂൽ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്? ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് നിങ്ങൾ നമസ്കരിക്കുന്നത് ഈമാനോടുകൂടിയാകണം. ഏത് ഈമാൻ? അള്ളാഹുള്ള വിശ്വാസം, മലക്കുകളുടെ വിശ്വാസം, മുർസലുകളുടെ വിശ്വാസം, വേദങ്ങളുടെ വിശ്വാസം, രക്ഷയും ശിക്ഷയും അള്ളാഹുൽ എന്നുള്ള വിശ്വാസം എന്ന പോലെ തന്നെ ഈ രാവിലാണ് അള്ളാഹു വിശുദ്ധ ഗ്രന്ഥം ഇറക്കിയിട്ടുള്ളത്. ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ഷഹർ. അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായതാണ്. അതിന്റെ കൂലി ഞാൻ ജീവിച്ചിരിക്കെ, റമളാനിൽ ഞാൻ സന്നിഹിതനായിരിക്കെ എനിക്ക് നഷ്ടമാകരുത് എന്ന ഇഹ്തിസാബോടുകൂടി, ദൃഢമായ വിശ്വാസത്തോടുകൂടി നിസ്കരിച്ചാൽ ആ നിസ്കാരമാണ് പഠിച്ചോൻ സ്വീകരിക്കുക. അങ്ങനെ നമസ്കരിക്കുന്നവരാകണം നമ്മളെന്നാണ്. ഈമാനിന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, മൻ ഖാല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. അർത്ഥം എല്ലാവർക്കും അറിയാം. വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅന്ന ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? ദൈവപുത്രനല്ല, പിന്നെയോ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാണ്. വബ്നു അമതിഹി വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം. മറിയം ബീവിയിൽ അല്ലാഹു നിക്ഷേപിച്ച അവന്റെ വചനവും
അവന്റെ അടിയാത്തിയുടെ മകനുമാണ്, വറൂഹും മിൻഹു, അവന്റെ അരികിൽ നിന്നുമുള്ള ചൈതന്യവുമാണ് എന്ന് വല്ലവനും വിശ്വസിച്ചാൽ ഷഹാദത്തിനെ ഒന്നുകൂടി കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു വചനമാണിത്. വഅന്നൽ ജന്നത ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ, സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകം യാഥാർത്ഥ്യമാണ് എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ രൂഢമൂലമായ വിശ്വാസമുണ്ടെങ്കിൽ അദ്ഖലഹുല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി സമാനിയ ഷാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഒന്നിലൂടെ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈ സ്വർഗമാകണം നമ്മുടെ ജീവിത ലക്ഷ്യം. നമ്മുടെ എല്ലാ ഇബാദത്തുകളെ കൊണ്ടും അത് നേടാനാകണം നമ്മുടെ വിചാരവും ആഗ്രഹവും പ്രതീക്ഷയും പ്രാർത്ഥനയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ നമസ്കാരം കൊണ്ട്, നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ട്, സക്കാത്ത് കൊണ്ട്, സദഖ കൊണ്ട്, പള്ളിയിൽ വെറുതെ വന്ന് ഇരുന്ന് അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട്, ഇതൊക്കെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്ന കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നോ, ഇതിലൂടെ സാധ്യമാകുന്നത് നിങ്ങളുടെ ജീവിതത്തെ ആമൂലാഗ്രം സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത് എന്നാണ്. എല്ലാ രംഗത്തും പ്രത്യേകിച്ച് റസൂൽ പറഞ്ഞു, മല്ലം യദഅ ഖൗലസ്സൂർ വൽ അമല ബിഹി, കള്ളവാക്കുകളും കള്ളത്തരങ്ങളും, അത് പറഞ്ഞാൽ എല്ലാത്തിലുണ്ട്. അതൊരാൾ ഒഴിവാക്കാൻ സന്നദ്ധനല്ലെങ്കിൽ നോമ്പ് കൊണ്ടുണ്ടാകേണ്ട ഒന്നാണത്. കള്ളവാക്കുകൾ ഒഴിവാക്കുക, കള്ളത്തരങ്ങളായി എന്തൊക്കെയുണ്ടോ അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തഅമഹു വശറാബഹു, നിങ്ങൾ അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ട് ഇങ്ങനെ നോമ്പുകാരനാകുന്നത് കൊണ്ട് അള്ളാഹ്ക്ക് വലിയ ഗുണം അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല, നമുക്കുമില്ല. കാരണം അങ്ങനെയുള്ള നോമ്പല്ല അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ നമ്മുടെ ഇടപാടുകളിൽ വന്ന ക്രമക്കേടുകളെ ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം. വിഷയം എന്താണ്? കടമിടപാടുകളെ കുറിച്ച് പറയുന്ന ഇസ്ലാമിലെ അടിസ്ഥാനപരമായ കാര്യം തൗഹീദാണ്. ആ കാര്യമല്ല ഏറ്റവും വലിയ ആയത്തിൽ പറയുന്നത്. മനുഷ്യബന്ധങ്ങളെ തകർക്കുന്ന, മനുഷ്യർക്കിടയിൽ സ്വൈര ജീവിതം കെടുത്തിക്കളയുന്ന വിധത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അത് വ്യക്തിബന്ധങ്ങളെ തകർക്കും, കുടുംബ ബന്ധങ്ങളെ തകർക്കും. മനുഷ്യനൊരു സ്വൈര്യം അതുകൊണ്ടുണ്ടാകില്ല. ഒരാളുടെ സ്വത്ത് അന്യായമായി നമ്മൾ അപഹരിച്ചെടുക്കാൻ പാടില്ല. അത് ആരുടേതാണെങ്കിലും ശരി. അതാ നേരത്തെ പറഞ്ഞത്, നമ്മൾ ഹറാമുകളെ ഹലാല് കൊണ്ട് പ്രതിരോധിക്കുന്ന അനുഗ്രഹീതമായ ആരാധനയാകുന്ന നോമ്പ് എന്ന്. അസ്സൗമു ജുന്ന എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. നോമ്പൊരു പരിചയമാണ്. ഹറാമുകൾ ജീവിതത്തിൽ കടന്നു വരുന്നതിനെ തടുക്കാനുള്ള പരിചയമാണതെന്നാണ്. ആ രീതിയിൽ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ആളുമായി കച്ചവടം നടത്തുകയാണെങ്കിൽ ആ ഇടപാടിൽ നമ്മളുമായി കച്ചവടം നടത്തിയ ഒരാൾക്കൊരു നഷ്ടം, അയാളിൽ ആ കാര്യത്തിൽ ചതി, വഞ്ചന, അളവും തൂക്കവും ഒക്കെ ഉള്ളൊരു കച്ചവടമാണെങ്കിൽ അതിലുള്ള കൃത്രിമം, കുറച്ചു വെക്കൽ എത്ര ഗൗരവതരമായ കാര്യമായിട്ടാണ് ഖുർആൻ അത് എടുത്തു പറഞ്ഞിട്ടുള്ളതെന്നോ. അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരുമെന്ന ബോധം അവർക്കില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അലാ യളുന്നു ഉലൈക അന്നഹും മബ്ഊസൂന ലിയൗമിൻ അളീം യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെ നഗ്നപാതരായി ഏകനായി തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മറുപടി പറയേണ്ട ഒരു ദിവസം അവർക്ക് വരാനുണ്ട് എന്ന വിചാരം അവർക്കില്ലേ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്.
എന്ത് പറഞ്ഞിട്ടുണ്ടോ? വൈലുല്ലിൽ മുത്തഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അവ നോമ്പ് നോറ്റ് ഖിയാമുൽ ലൈൽ നമസ്കരിച്ച് ഖുർആൻ ഓതി നടക്കുന്ന മനുഷ്യന്മാർക്കിടയിൽ ഇത്തരം ഒരിക്കലും ഖൗലുസ്സൂറും അമലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പ്രവാചകൻ തൻ്റെ അനുചരന്മാർക്ക് പറഞ്ഞു കൊടുത്തൊരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. ഇമാം മുസ്ലിം റഹിമഹുല്ല തൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, രണ്ടാൾ തമ്മിൽ ഒരു ഭൂമി കച്ചവടം നടത്തി. ഭൂമി വാങ്ങിയ ആള് നല്ല കൃഷിക്കാരനാണ്, അയാൾക്ക് ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ കൊത്തിക്കളച്ച് കുഴിച്ചിടണമെന്നുള്ള മനസ്ഥിതിക്കാരാണ്. ഭൂമി വാങ്ങിയ ഉടനെ തന്നെ മൂപ്പര് പണിയെടുക്കാൻ തുടങ്ങി, കളക്കാൻ തുടങ്ങി. കളച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിനൊരു വലിയ നിധി കിട്ടി. ആ ഭൂമിയിൽ നിന്ന് ഒരു ഭരണി നിറയെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. ഇത് കണ്ട് അദ്ദേഹം സന്തോഷിക്കുകയല്ല ചെയ്തത്, അദ്ദേഹം പേടിച്ചു. എന്നിട്ട് ഈ ഭരണിയും കൊണ്ട് അദ്ദേഹം അപ്പം തന്നെ ഓടുകയാണ്. ആരടുത്തേക്ക് ഓടുന്നോ? ഭൂമി വാങ്ങിയ അടുത്തേക്കാണ് ഓടുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഭൂമി നിധി കിട്ടുകയാണെങ്കിൽ നമ്മളെ മനസ്സ് എന്താ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇതിൻ്റെതല്ലേ, ഞാൻ വാങ്ങിയല്ലേ എന്നല്ല ആലോചിക്കുക. അയാൾ ആലോചിച്ച എന്താണെന്നോ, ഞാൻ അയാളെടുത്തുനിന്ന് ഭൂമിയാണ് വാങ്ങിയത്, ഈ ഭരണിയും സ്വർണവും ഞാൻ വാങ്ങിയതല്ല. അള്ളാഹിനെ പേടിച്ചിട്ട് പരലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുറപ്പുള്ള മനുഷ്യൻ ഭൂമി വാങ്ങിയ ആളുടെ അരികിലേക്ക് ഓടിച്ചെന്ന് പറയുന്നു, പൊന്നു സഹോദര, ഇതാ നിങ്ങളുടെ നിധി, ഇത് നിങ്ങൾക്കറിയില്ലായിരുന്നോ? അപ്പൊ അയാൾ പറയുന്നു, അയാൾക്കും പേടിയായി. അയാൾക്ക് ഉറപ്പാണ്, ഇന്നൽ ജന്നത ഹഖുൻ വന്നാറു ഹഖുൻ, അനർഹമായ ഒന്നും എന്റെ സ്വത്തിൽ കൂടിക്കലരാൻ പാടില്ല എന്ന് ഉറപ്പുള്ള മനുഷ്യനും പേടിയായി. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇതിൻ്റെതല്ല, ഞാൻ നിനക്ക് ഭൂമി വിറ്റപ്പോ അതിലുള്ള എല്ലാ വിഭവങ്ങളും അടക്കമാണ് വിറ്റത്, അത് നിന്റേതാണ്. നോക്കി നിങ്ങൾ, ഒരു ഭരണി നിറയെ സ്വർണ്ണാഭരണത്തിന് വേണ്ടി ഇതെന്റേതല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന രണ്ട് വ്യക്തികൾ, അവരാണ് തഖ്വയിലൂടെ മനസ്സ് സംസ്കരിക്കപ്പെട്ടവർ, ശുദ്ധീകരിക്കപ്പെട്ടവർ. ഈ പ്രശ്നം പിന്നെ എങ്ങനെ തീരും? അവർ രണ്ടുപേരും ഒരു ഖാദിയുടെ അരികിൽ പോകുന്നു, ജഡ്ജിയുടെ അടുത്തിൽ പോയി ഈ കാര്യം പറയുന്നു. തൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു കേസ് അയാൾ ഫയൽ ചെയ്തിട്ടില്ല. അയാൾ അതിശയത്തോടു കൂടി ഇത് കേട്ടുകൊണ്ട് പറയുന്നു, എന്നാൽ ഇനി ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക്, ഇനി എന്തേ വിധിയുള്ളൂ, നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്? ഇയാൾ പറയുന്നു, എനിക്കൊരു അടിമയുണ്ട്. മറ്റൊരാൾ പറയുന്നു, അയാൾക്ക് അടിമ സ്ത്രീയുണ്ട്. ജഡ്ജി പറയുന്നു, എന്നാൽ നിങ്ങൾ ഈ അടിമ സ്ത്രീകളെ സ്വതന്ത്രരാക്കി പരസ്പരം വിവാഹം കഴിച്ചു കൊടുക്കുക, ഇതിൽ നിന്ന് കുറച്ച് അവർക്ക് ചെലവഴിക്കാൻ കൊടുക്കുക, ബാക്കി നിങ്ങളും അനുഭവിച്ചു കൊള്ളുക, അതോടുകൂടി ഇത് തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം തീരുകയാണ്. ഇതാണ് ശരിക്ക് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ജീവിതത്തെയും സംസ്കരിക്കേണ്ട രീതി എന്നാണ് റസൂലുള്ളാഹി ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി രഹസ്യമായും പരസ്യമായും പറ്റിപ്പോയിട്ടുള്ള ധാരാളം തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. കരുണാമയനെ, പരമദയാലുവേ, നിന്റെ കൃപ കൊണ്ട് ഞങ്ങൾക്കതെല്ലാം നീ പുറത്തു മാപ്പാക്കി തരണം. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വാത്സല്യ നിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, അടുത്ത ബന്ധുക്കൾ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക്, വേദനകളും പ്രയാസങ്ങളും സഹിക്കുന്നവർക്ക് പരിപൂർണ ശിഫയും ശമനവും സുഖവും സൗഖ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ അളവറ്റ കാരുണ്യവും അനുഗ്രഹവും നിരന്തരമായി ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ, മക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമയും മനഃശാന്തിയും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി കൊടുക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.